നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാം. ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. തുണി രണ്ടായിട്ട് ആദ്യം ഇങ്ങനെ മടക്കിയിടുക. എന്നിട്ട് നമുക്ക് ഇറക്കം എത്ര വേണ്ടതെന്ന് വെച്ചിട്ട് അതെടുക്കണം. നമുക്ക് ഇറക്കം എടുക്കാം. എനിക്ക് വേണ്ടുന്ന ഇറക്കം 15 15 ഇറക്കം വേണമെങ്കിൽ 16 എടുക്കണം. 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 1/2 ഇഞ്ച് നമുക്കിവിടെ പടിയടിച്ച് പോകാൻ വരും. 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കും. അങ്ങനെ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഇപ്പോൾ 15 വേണമെങ്കിൽ 16 എടുക്കാം. ഇത് നേരെ ഒരു ലൈൻ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് 16 കറക്റ്റാണോ എന്ന് ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ഇവിടെ തന്നേക്കുന്നത് 15.5 അപ്പം ബാക്ക് ഇറക്കത്തിനനുസരിച്ച് ഷോൾഡറിൻ്റെ ലെന്ത് കുറയ്ക്കണം. അപ്പോൾ 15 വരുമ്പോൾ 7.25 ആദ്യം മാർക്ക് ചെയ്യുക. ബാക്ക് നെക്കിൻ്റെ ഇറക്കം വന്നേക്കുന്നത് 7 ഇഞ്ച് അല്ല 8.5 ഇഞ്ച്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8.5 ഇഞ്ച്. അപ്പോൾ 8.5 മാർക്ക് ചെയ്യുക. ഇവിടുന്ന് വീതി 2.5 ഇഞ്ച് എടുക്കുക. തയ്ച്ച് വരുമ്പോൾ അതൊക്കെ 2.25. ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിനെ ഇങ്ങനെ സ്ക്വയർ ചെയ്യാം. എന്നിട്ട് ഇതൊരു ഒരു ഡിസൈൻ നെക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ 1 ഇഞ്ച് ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഷേപ്പ് എടുത്തു. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് എടുത്തു. ബാക്ക് നെക്ക് നമ്മൾ 8.5 ഇഞ്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഷോൾഡർ കിട്ടിയ ഷോൾഡറിൽ നിന്ന് 2.25 ഇഞ്ച് കുറയ്ക്കണം. ഇവിടെ നമുക്ക് എത്ര ഷോൾഡർ വന്നു? 5.25 വന്നോളൂ. അപ്പോൾ ഈ നെക്ക് ബാക്ക് നെക്കിനനുസരിച്ച് ഷോൾഡറിൻ്റെ ലെന്ത് കുറയ്ക്കും. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം കൈക്കുഴി നമുക്ക് ആംപോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് വരുന്നത്. അപ്പം ഞാനൊരു 6.5 എടുത്തു. 6 എടുത്ത് ഇവിടെ നമുക്ക് 5.25 6.5 എടുത്തെടുത്ത് നമുക്ക് 5.25 കറക്റ്റ് ആക്കണം കേട്ടോ. എന്നിട്ട് ഇനി ചെസ്റ്റ് വണ്ണം എടുക്കാം. ചെസ്റ്റ് വണ്ണം 41. 41ൻ്റെ 4 ഭാഗം 10.25. പിന്നെ ഒരു ബോഡി ലൂസിന് 1/2 ഇഞ്ച് കൂടെ കൂട്ടണം. മൊത്തത്തിൽ 10.25 എടുത്തു. പിന്നീട് തയ്യെത്തുമ്പോൾ 1.5 ഇഞ്ച്. ഓക്കെ. വേസ്റ്റ് ഭാഗത്ത് വണ്ണം അതായത് ഇവിടുത്തെ വണ്ണം വേസ്റ്റ് ഭാഗത്തെ വണ്ണം 38ൻ്റെ 4 9.5 വരും. ബാക്ക് ടക്ക് ഉണ്ടായതുകൊണ്ട് മൊത്തം നമുക്ക് 10 എടുക്കുക. 1/2 ഇഞ്ച് കൂട്ടി എടുക്കണം. എന്നിട്ട് ഇതും ചെസ്റ്റും വേസ്റ്റും കൂടെ ജോയിൻ ചെയ്തു തയ്യെത്തുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം 9.5യുടെ പകുതി 4.25 വരെ അല്ലേ? 4.25. ഇവിടുന്ന് നമുക്കൊരു 4 ഇഞ്ച് നീളത്തിൽ, അതായത് ബാക്കിലെ ടക്കിൻ്റെ ബാക്ക് പീസിൽ ടക്ക് വരുന്ന 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഷോൾഡർ ഷേപ്പ് എടുക്കാം. 1/2 ഇഞ്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പകുതി 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം ആംപോൾ കർവ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെക്കും. ഇവിടെ നമുക്ക് 4 ഇഞ്ച് ഒരു പോയിൻ്റ് ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പ് ഇട്ടിട്ട് പകുതി മാർക്ക് ചെയ്തെടുത്ത് വെച്ച് ഇങ്ങനെയാണ് ഷേപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ആംപോൾ റൗണ്ട് എത്രയാണെന്ന് നോക്കണം. ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്ന ആംപോൾ റൗണ്ട് 19.5. അപ്പം നമുക്ക് 19.5യുടെ പകുതി വേണം. അപ്പം 19.5യുടെ പകുതി 9.25 വരും. അപ്പം നമുക്ക് ഈ ഷോൾഡർ ഷേപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് 9.25 കിട്ടുന്നു നോക്കണം. 9.25 കൂടുതൽ കിട്ടുന്നുണ്ട് 10. അപ്പോൾ നമുക്കിവിടെ ഇത്ര
എന്നുവെച്ചാൽ ഞാൻ കൈക്കുഴി കുഴിച്ചെടുത്തത്. അപ്പോൾ 6 വേണ്ട കേട്ടോ, ഒരു 5.5 എടുത്താൽ മതി. 5.5 എടുത്തിട്ട് ഇതേപോലെ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ കുഴിച്ചു വിട്ടാം. 5.5 എടുത്തതിന് ശേഷം ഷോൾഡർ ഷേപ്പ് കഴിഞ്ഞിട്ട് പകുതി മാർക്ക് ചെയ്ത് 2.5 അവിടെ ഈ ആംഹോൾ കർവ് വെച്ച് ഇതേപോലെ ഷേപ്പ് എടുക്കുക. എന്നിട്ട് എനിക്കിവിടെ കിട്ടിയേക്കുന്നത് 9.25 ഉണ്ടോ എന്ന് നോക്കണം. ആംഹോൾ റൗണ്ട് മൊത്തം നമുക്ക് 19.5 അപ്പോൾ അതിൻ്റെ പകുതി ഇപ്പോൾ ഇവിടെ കിട്ടി. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ അളവിൽ 9.5 മതി. കണ്ട, അപ്പം എനിക്കിവിടെ ഇവിടെ 6, 9.5, 5.5 മതി. ഞാൻ 6 ഇഞ്ച് എടുത്തിട്ട് അത് 10.5 വന്നു കുഴിച്ചു കിട്ടിയപ്പോൾ. അപ്പോൾ ആംഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് കൈക്കുഴിയുടെ റൗണ്ട് പോകുന്നത്. അപ്പം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ഓക്കെ, ഇതല്ല കേട്ടോ, ഇത് 5.5. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം എടുത്തിട്ട് പിന്നെ ആംഹോൾ റൗണ്ട് നോക്കിയിട്ട് കൂടുതലോ കുറവുണ്ടെങ്കിൽ മാറ്റും. അപ്പം നമ്മുടെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യാം. അടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വണ്ണം ഇതാണ്. ഇതിവിടെ നിന്ന് ചോക്ക് കൊണ്ട് നല്ലോണം ഒന്ന് കടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ അളവ് തന്നെ ഈ സൈഡിൽ കിട്ടും. എന്നിട്ട് നമുക്ക് അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഈ മാർക്ക് അടയാളം പുറത്തും വന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് വെച്ച് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ വശത്തോട്ട്. ഫ്രണ്ട് പീസിൽ ഓപ്പൺ വേണമല്ലോ. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ എടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ ഇതേപോലെ വെക്കാം. കണ്ട, കറക്റ്റായിട്ട് വെച്ചു. മനസ്സിലായില്ലേ? ഫ്രണ്ട് പീസ് ഇതിൻ്റെ മുകളിൽ ബാക്ക് പീസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യാം. ആംഹോൾ റൗണ്ട് കറക്റ്റായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഷോൾഡർ ലൈൻ കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ കട്ട് ചെയ്തേക്കുന്നുണ്ടോ? അപ്പോൾ അത് നോക്കി ഇച്ചിരി കൂടെ താഴോട്ട് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ കട്ട് വരും. കണ്ടോ, നോക്കിക്കേ. അതൊക്കെ അപ്പോൾ ഇതനുസരിച്ച് റൗണ്ട് ചെയ്യാം. എന്നിട്ട് ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് പീസ് എടുക്കുമ്പോൾ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ ഈ സ്കെയിലിൻ്റെ വീതിയും എടുത്താൽ മതി. ബാക്ക് പീസിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ 1.5 ഇഞ്ച് എടുത്തു. ഓക്കെ, ഇവിടുന്ന് ഒരു 4 ഇഞ്ചും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ടക്ക് പോകില്ലേ, അത് ഇനി നമുക്കിതിനെ അങ്ങ് മാറ്റാം. ബാക്ക് പീസിനെ മാറ്റാം. ഇനി ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് നെക്ക് 7 ഇഞ്ചാണ്. ഫ്രണ്ട് പീസിൽ എനിക്ക് 7 ഇഞ്ച് വേണം നെക്ക് ലെന്ത്. കണ്ടാ, മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് 2.5
അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടിയേക്കുന്നത് ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ മുന്നോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് കുഴിച്ച് വെട്ടണം. ബാക്ക് പീസ് കുഴിച്ച് വെട്ടിയേക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണ്ടേ. ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഉണ്ടോ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇഞ്ച് ആക്കണം. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ വരും, കുഴിച്ച് വെട്ടിപ്പോൾ. ഇനി ഇവിടെ അങ്ങ് ഷേപ്പ് എടുക്കാം. നമുക്ക് ഫ്രണ്ട് നെക്ക് ഷേപ്പ് എടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് ആംഹോൾ കർവ് വെച്ചിട്ട് അതേപോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇനി നെക്ക് കൈക്കുഴി നമ്മൾ റെഡിയായി. ഇനി ടക്കിൻ്റെ വിത്ത്, ടക്ക് പോയിൻ്റ് വിത്ത് 8.5 മൊത്തത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എത്ര? 4.25 അല്ലേ? 4.25 കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു 4.25 മാർക്ക് ചെയ്യാം. അപ്പോൾ 2 സൈഡിലും കൂടെ വരുമ്പോൾ നമുക്ക് 8.5 ടക്ക് പോയിൻറ്റിൻ്റെ വിത്ത്. അപ്പോൾ അതിൻ്റെ പകുതി 4.25. ഇത് വണ്ണമുള്ള ആളായുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നേരെ നിന്ന് പോയിൻ്റ് ലെന്ത് 11.5 അവിടെ നിന്ന് ഇതേപോലെ 11.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്നൊരു മുന്നോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം എളുപ്പമുള്ള ഇവിടുന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 1.5 ഇഞ്ച് മെയിൻ ടക്കിൻ്റെ വീതി. എന്നിട്ട് കൈക്കുഴിയുടെ ഭാഗത്തോട്ട് ഈ കിട്ടിയേക്കുന്ന കൈക്കുഴിയുടെ ഭാഗം കൂടെ അല്ലേ 8 ഇഞ്ച് വരും, അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു ടക്ക്, ഇതിൻ്റെ നേരെ നിന്ന് 4.25 അല്ലേ നമുക്കിൻ്റെ പകുതി, 2.25 മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ 3 ടക്ക് നമുക്കിവിടെ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഈ കട്ടിങ് പീസിൻ്റെ ഷേപ്പ് എടുക്കാം. നമുക്കിവിടെ 3 കിട്ടിയ കൊണ്ടുകൊണ്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം, 1.5. ഇവിടെ നമുക്ക് 3 കിട്ടിയേക്കുന്നത് അല്ലേ, 1.5. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നമുക്ക് ഈ 1.5 കിട്ടും. അപ്പം കട്ടിങ്ങിൻ്റെ ഷേപ്പ് കിട്ടി. കണ്ടോ? ഇനി നമ്മുടെ ചെസ്റ്റ് വണ്ണം ഇവിടെ വന്നേക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്നത് എത്രയായിരുന്നു? 38. 38ൻ്റെ 4 ഭാഗം 9.5. 1.5 ഇഞ്ച് തയ്യത്തുമ്പോൾ കണ്ടോ. അപ്പം നമുക്ക് ഈ രീതിയിൽ കിട്ടും. മനസ്സിലായില്ലേ? നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ഷോൾഡർ കട്ട് ചെയ്തു, പിന്നെ കൈക്കുഴി കട്ട് ചെയ്യാം, പിന്നെ ചെസ്റ്റ് വണ്ണത്തിൽ നിന്ന് ഇങ്ങനെ ഷേപ്പ് എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് കട്ടിങ് ഷേപ്പ് കൊണ്ടെടുക്കുന്നത്.
ഇനി നമുക്ക് മാറ്റും. ഇവിടെ നമുക്ക് ടക്കിൻ്റെ മാർക്കിൻ്റെ അടുത്ത് അടയാളം കൊടുക്കാം. ഇവിടെ നമുക്ക് മനസ്സിലായല്ലോ. ഫ്രണ്ട് പീസ് വെട്ടി. ഇനി നമുക്ക് ഇത് പീസ് വെട്ടിയെടുക്കാം. കട്ടിങ് പീസ് കേട്ടോ. 2 പീസ് എന്ന് പറയും, കട്ടിങ് പീസ് എന്ന് പറയും, പടി പീസ് എന്ന് പറയും. പലരും പല രീതിയിൽ പറയും. അപ്പോൾ ഏത് പറഞ്ഞാലും ഇതാണ്. ഇത് നമ്മളിവിടെ ഇത്ര നമുക്ക് വേണ്ട, ഒരു 1/2 ഇഞ്ച് അവിടെ നമുക്ക് ഒത്തിരി, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒത്തിരി ഇറങ്ങി കിടക്കും. ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ കട്ട് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് സ്ലീവ് വെട്ടണം. സ്ലീവ് വെട്ടാനായിട്ട് 4 മടക്കിയിടുക. 2 കൈക്ക് കൂടെ 4 മടക്കിയിടുക. ഓക്കെ. മടക്കിയിട്ടതിന് ശേഷം നമുക്കിവിടെ കൈവണ്ണം കിട്ടത്തില്ല, വണ്ണമുള്ളൊരു കൈയാണ്, അളവാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനും കൂടെ സെറ്റാക്കി ഈ തുണി അങ്ങനെ വെക്കാം. ഉണ്ടാവും 4 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിടാം. അവിടെ കട്ടി ജോയിൻറ്റ് വരില്ല. എന്നിട്ട് കയ്യിറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 1.5 കൂട്ടണം. കയ്യിറക്കത്തിൻ്റെ കൂടെ 1.5 കൂട്ടണം. എനിക്കിവിടെ കയ്യിറക്കം വന്നേക്കുന്നത് 11. 11 + 1.5 12. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്നൊരു മസിൽ വണ്ണം വന്നേക്കുന്നത് 14.5. അപ്പോൾ അവൻ്റെ പകുതി എത്ര? 7.25. ഇവിടെ നമുക്കൊരു 7.25 കിട്ടുന്നതെന്ന് നോക്കാം. 7.25. പിന്നെ ഒരു ലൂസ് വേണം. അപ്പോൾ അരയും ചൂട് വന്നു 7.25 വേണം. അപ്പോൾ 7.25 നമുക്കിവിടെ കിട്ടി. തയ്യത്തുമ്പോൾ ഓക്കെ. ഇവിടുന്ന് ഒരു 3.5 മാർക്ക് ചെയ്യാം. എളുപ്പത്തിലുള്ള പറയും. 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഇതേപോലെ കൈ കുഴിച്ച് വെക്കാം. കണ്ടോ? എന്നിട്ട് നമുക്ക് ഇത് നോക്കാം. ആംപോൾ റൗണ്ട് വന്നേക്കുന്നത് 19 9.5 കിട്ടുമോ എന്ന് നോക്കാം. കണ്ടോ? 9.5 നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മുടെ വണ്ണവും എല്ലാം കറക്റ്റായി. കണ്ടോ? തയ്യത്തുമ്പോൾ ഇനി ഇവിടുത്തെ കൈയുടെ അടിഭാഗത്തെ വണ്ണം വന്നേക്കുന്ന 12.5. അപ്പോൾ അവിടെ വന്ന് 6.25 വേണം. 1.5 ഇഞ്ച് തയ്ക്കും. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. നോക്കിക്കോ. ഇത് നമുക്ക് ബാക്കിലെ പടിക്കെടുക്കാം. സ്ലീവ് കുറേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇത് എളുപ്പമുള്ള വഴി പറഞ്ഞു തന്നെ കേട്ടോ. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. 2 കൈക്കും കൂടെ ഈ 4 പീസ് 2 സൈഡിലായിട്ട് ജോയിൻ ചെയ്തെടുത്ത് കറക്റ്റാക്കണം. ഓക്കെ. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. ഇവിടുന്ന് എത്ര ഈ നീളം വന്നേക്കുന്നത് തയ്യൽ തുമ്പ് കഴിഞ്ഞതിന് ശേഷം 9.5 4.25 പകുതി മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച്
ഇങ്ങനെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് ഇങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഈ 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ കുഴിച്ച് വെട്ടി ഇങ്ങനെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. ഈ 2 പീസ് മാത്രം എടുക്കണം മുകളിലത്തെ കേട്ടോ. കണ്ടോ, ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു കട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇത് ബാക്കിലെ പടി. ഇത് നമ്മുടെ ബാക്കിലെ പടി. ഇത് ഫ്രണ്ട് പീസ്. ഇത് കട്ടിങ് പീസ്. ഓക്കെ, സ്ലീവ്. അപ്പം നമ്മൾ ബ്ലൗസ് വെട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് ക്രോസ് പീസ്, കഴുത്തിൻ്റെ ക്രോസ് പീസ്, പിന്നെ കൊളുത്തുപടി, അയ്പടി. ഇത് 3 കൂടെ കട്ട് ചെയ്താൽ ഈ ബാലൻസ് പീസ് ചെയ്യുന്നതാണ്. അതെല്ലാം കട്ട് ചെയ്ത് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്യാൻ അറിയാമല്ലോ, അല്ലെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ക്ലാസ്സുമായിട്ട് വരാം.